ദിവസവും നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. ചാറ്റ് ചെയ്യാനും വീഡിയോകൾ കാണാനും ഷോപ്പിങ്ങിനും. പക്ഷേ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്റർനെറ്റ് ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? പലർക്കും തോന്നും ഇന്റർനെറ്റ് ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്നു, സാറ്റലൈറ്റിൽ നിന്ന് നേരെ വരുന്നൊന്നാണ് എന്നു. പക്ഷേ സത്യത്തിൽ അതിന്റെ വലിയൊരു ഭാഗം ഭൂമിക്കടിയിൽ നടക്കുന്ന ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ കൊണ്ടാണ്. ആ കേബിളുകൾ സമുദ്രത്തിനടിയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ വിരിച്ചിരിക്കുന്നു. ലോകത്തിന്റെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 95% വരെ ഇതിലൂടെയാണ് പോകുന്നത്. സാറ്റലൈറ്റുകളുണ്ട്, പക്ഷേ പ്രധാനമായി ഗ്രാമപ്രദേശങ്ങളിലോ കേബിളുകൾ എത്താത്തിടത്തോ ആണ് അത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഗൂഗിളിൽ തിരയുമ്പോഴും യൂട്യൂബിൽ വീഡിയോ കാണുമ്പോഴും അത് മാജിക് അല്ല. അത് കേബിളുകളിലൂടെ സഞ്ചരിച്ച് വലിയ കെട്ടിടങ്ങളിലേക്കാണ് പോകുന്നത്. അവയെ ഡേറ്റാ സെന്ററുകൾ എന്ന് വിളിക്കുന്നു. അവിടെ ആയിരക്കണക്കിന് സർവറുകളെല്ലാം സംഭരിച്ചിരിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP, ഉദാഹരണത്തിന് എയർടെൽ, ജിയോ, ഊറിഡു, വോഡഫോൺ, ഇവയാണ് നമ്മളെ ലോകത്തോട് കണക്ട് ചെയ്യുന്നത്. ഫൈബർ കേബിളോ ഫോൺ ലൈനുകളോ വയർലെസ് സിഗ്നലുകളോ വഴി നമ്മുടെ വീട്ടിലേക്കും ഫോൺ വരെ എത്തിക്കുന്നു. ഇപ്പോൾ പുതിയ കമ്പനികൾ ആയിരക്കണക്കിന് സാറ്റലൈറ്റുകൾ ബഹിരാകാശത്ത് വച്ച് ഗ്രാമങ്ങളിലേക്കും ദൂരപ്രദേശങ്ങളിലേക്കും നേരിട്ട് ഇന്റർനെറ്റ് അയക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്റ്റാർലിങ്ക്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ ഓർമ്മിക്കൂ, ആ വീഡിയോ സമുദ്രത്തിനടിയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് ഡാറ്റാ സെന്ററിലൂടെയും ISP വഴിയും ഒടുവിൽ നിങ്ങളുടെ ഫോൺ വരെ എത്തുന്നത്, അതും വെറും ഒരു സെക്കൻഡിനുള്ളിൽ. അത്ഭുതകരമല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.